തൃശൂർ മണലൂർ മണ്ഡലത്തിലെ ബി.ജെ.പി. കിറ്റ് വിവാദത്തിൽ കേസെടുത്തു പോലീസ്. വാടാനപ്പള്ളിയിൽ കിറ്റ് തയ്യാറാക്കിയ ചാമ്പ്യൻസ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ പ്രവീൺജിത്തിനെയാണ് പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി.ജെ.പി. അനുഭാവികളുടെ നിർദ്ദേശപ്രകാരം കിറ്റ് തയ്യാറാക്കി എന്നാണ് എഫ്ഐആർ. ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, വിശദാംശങ്ങൾ. ലെവിൻ, കേൾക്കാമോ കേസിന്റെ വിശദാംശങ്ങൾ? ഷാമിലി, ഇന്ന് അല്പസമയങ്ങൾക്ക് മുൻപാണ് പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ബി.ജെ.പിക്ക് കുരുക്ക് മുറുക്കിക്കൊണ്ടാണ് പോലീസ് നടപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് മജിസ്ട്രേറ്റിന്റെ അനുമതി കൂടി ലഭിച്ചതോടുകൂടിയാണ് കേസെടുത്തിരിക്കുന്നത്. വാടാനപ്പള്ളിയിലെ കിറ്റ് വിവാദത്തിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണമാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ ഇത്തരത്തിൽ കിറ്റുകൾ തയ്യാറാക്കിയതെന്നും 72,542 രൂപയുടെ കിറ്റുകൾ തയ്യാറാക്കിയെന്നും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം BNS 170(1), 173 ജനപ്രാതിനിധ്യ നിയമം 123(1) വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. അതായത് ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ, ജനവിധിയെ സ്വാധീനിക്കാൻ കൈക്കൂലി നൽകുകയോ അതല്ലെങ്കിൽ പാരിതോഷികങ്ങൾ നൽകുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് കണക്കാക്കുന്നത്. BNS-ലും പീപ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടും അനുസരിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ പ്രകാരമാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമയായ പ്രവീൺജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ ബി.ജെ.പി. പ്രവർത്തകർക്ക്, RSS പ്രവർത്തകർക്ക് ഈ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ബി.ജെ.പിക്ക് ഇതുമായി ബന്ധമില്ല എന്നുള്ള ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില വിശദീകരണങ്ങൾ ചില നേതാക്കൾ ഉന്നയിച്ചെങ്കിലും കേസ് ഈ രണ്ടാമത്തെ സംഭവത്തിലും വാടാനപ്പള്ളിയിലും കേസെടുത്തതോടുകൂടി ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ പ്രതികരണം നൽകാതിരിക്കാനോ ആവില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ഉയർന്ന ആരോപണം വാടാനപ്പള്ളിയിലും ഉയരുകയും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം അത് ഏറ്റെടുക്കുകയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം ഉത്തരേന്ത്യൻ മാതൃകയിൽ ബി.ജെ.പിയും RSS-ഉം കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനോടകം തന്നെ പല നേതാക്കളും അത് ഏറ്റെടുത്തുകൊണ്ട് വലിയ തോതിൽ അത് പ്രചാരണമാക്കി മാറ്റുകയും ചെയ്യുമ്പോഴും ബി.ജെ.പി. നേതാക്കൾ ആരും ഔദ്യോഗികമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഏതായാലും ഇന്നലെ വലിയ സംഘർഷം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. UDF പ്രവർത്തകരും ബി.ജെ.പി. പ്രവർത്തകരും വാടാനപ്പള്ളിയിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TN പ്രതാപന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി. അപ്പോഴും ക്രമസമാധാന പാലനത്തിനായി രണ്ടു കൂട്ടർക്കുമെതിരെ കേസെടുത്ത പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഈ വലിയ തോതിലുള്ള ഈ ഭക്ഷ്യക്കിറ്റുകൾ അവിടെ നിന്ന് കണ്ടെടുക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് എത്തിക്കുകയും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പോലീസിനോട് കേസെടുക്കാനുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായി തന്നെ ഔദ്യോഗികമായി നൽകിയതിന് പിന്നാലെ തന്നെ വാടാനപ്പള്ളി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നേരത്തെ തൃശൂർ ഒളരിയിലും സമാനമായ നിലയിൽ കിറ്റുകൾ വിതരണം ചെയ്ത സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയും തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ഘട്ടത്തിലും ബി.ജെ.പി. നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് മുതിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് ഇന്ന് കോൺഗ്രസിന്റെ നാട്ടിക നേതാവായിട്ടുള്ള ബി.ജെ.പി. ഫിറോസ് ബി.ജെ.പിയും തമ്മിൽ ഡീലുണ്ട്, അല്ലെങ്കിൽ പ്രതാപനും തമ്മിൽ ഡീലുണ്ടെന്നുള്ള ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. വാടാനപ്പള്ളിയിലെ വിവാദത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.